എൻ്റെ വീട്ടിൽ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു പ്രതിഭാസം ഞാൻ കാണിച്ചു തരട്ടെ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഞാൻ കാണിച്ചു തരാം. എന്താ സംഭവം എന്നുള്ളതല്ലേ കാണിച്ചു തരാം. ഇതാണ് ആ സംഭവം. ഒരു മീൻകാരൻ ചേട്ടൻ വന്ന് വീടിൻ്റെ ഉമ്മറത്ത് നിന്നിട്ട് കാലം കുറേയായി. ഇവിടെ വല്ലപ്പോഴും റയറായിട്ട് മീൻ വാങ്ങിക്കാറുള്ളൂ. എന്തല്ല ഇത്? വർഷത്തിലൊരിക്കൽ നടക്കുന്നതല്ലേ. പ്രതിഭാസം എന്തല്ലേ? വേറെന്തല്ലേ? വറക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം. വാങ്ങിച്ചു പൈസ വേണോ? ഞാൻ തരാം പൈസ തരാം. ഞാൻ വരണോ? അടിക്ക് വരണോ? അടിയിലേക്ക് വരണോ? ഇതാണ് ആ പ്രതിഭാസം. ഞാനേ കുറച്ച് പൈസ കൊണ്ടുകൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിന്ന് വറക്കാനായിട്ട് ഇവിടെ വെളുപിടി എന്നാണ് പറയാ, അത് വാങ്ങിക്കണം. പിന്നെ അയിലയാണ്. അയില അമ്മയുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് കറി വെക്കാനായിട്ടും വാങ്ങിക്കണം. അപ്പോൾ പോരാ. അതൊക്കെ ക്ലീൻ ആക്കാൻ കുഴപ്പമൊന്നുമില്ല, വലിയ സംഭവമല്ല. താഴെ ഉണ്ട്. പൈസ വെച്ചിട്ടുണ്ടല്ലോ. സംഭവം നോക്കിയേ, ഒച്ചാണ്. ഡേഞ്ചറാണ് ഇവന്മാര്, ഡേഞ്ചർ. നമ്മളിതിനെ പരമാവധിയൊക്കെ ഇല്ലാണ്ടാക്കാൻ നോക്കും, തോണ്ടിയും കളയും. നമ്മൾ എടുത്തു കളയാനൊക്കെ നോക്കാറുണ്ട്, പക്ഷെ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ അരിച്ചു വരും. പിന്നെ ഇതാണ് നമ്മളന്ന് വാങ്ങിച്ച ചെണ്ടുമല്ലി. നല്ല പോലെ ഇത് വരുന്നുണ്ട്, പക്ഷെ അത് ഓണാകുമ്പോഴേക്കും പൂവൊന്നാവില്ല. കാരണം ഇന്ന് തന്നെ 2-ാം തീയതി 5-ാം തീയതി തൊട്ട് പൂക്കൾ വിടാനുള്ളതല്ലേ. ഇപ്പോൾ സമയം ഏകദേശം 9:30 ഉണ്ട്. അപ്പോൾ എനിക്കൊരു 10:30 ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുളിക്കണം, ഭക്ഷണം കഴിക്കണം. പിന്നെ അതിന് മുന്നേ കുറച്ച് RTA വെക്കാനുണ്ട്. അപ്പോൾ RTA വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക്. എന്തായാലും അതിൻ്റെ മാർഗ്ഗങ്ങൾ നോക്കണം. അപ്പോൾ കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ട്യൂഷന് പോവാം. അപ്പോഴത്തേക്കും ബ്രേക്കാണ്, കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ട്യൂഷൻ എത്തിയിരിക്കുകയാണ്. ട്യൂഷന് കുറച്ച് ലേറ്റായി. ഞങ്ങളുടെ ട്യൂഷൻ എത്തി, പിള്ളേരെത്തിയിട്ടില്ല. വെയിറ്റിംഗ്. ട്രെഡ്മില്ലുള്ള ബുക്ക് എന്താ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണല്ലേ. ബുക്ക്, പേന എല്ലാം അവിടെ തന്നെ. വാട്ട് ദ ഹെൽ. വാ, കുറച്ച് പേപ്പർ ഉണ്ട്, വാ നോക്കാം നമുക്ക്. ഇംഗ്ലീഷ് നീ പുരികാൻ വല്ലതും ചെയ്തിട്ടുണ്ടാ? പുരികാൻ വല്ലതും പഠിച്ചിട്ടുണ്ടോ? അവൻ ത്രെഡ് പോലെ ഞാൻ ചെയ്തിട്ടുണ്ടോ? അവൻ മുടി വെട്ട് കടയിൽ പോയപ്പോൾ എന്തെങ്കിലും ചെയ്തെന്നോ അവര്? എന്തിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ചെയ്ത് വെച്ച പോലെ. ബുക്ക് എടുക്ക്. നീ എന്താ കേട്ടോ? ഞാൻ അവൻ ഇങ്ങനത്തെ ഫോർമാറ്റ് പറയുന്നു. വാ ബുക്ക് എടുക്ക്. വെയിറ്റ് നോക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ ട്യൂഷൻ വന്നപ്പോഴുള്ള വെയിങ് മെഷീനാണ്. 74.25. തടി കൂടി. ജിമ്മിൽ പോണം ഗൈസ്. അപ്പം ഞാൻ ട്യൂഷൻ ഇപ്പം കഴിഞ്ഞ് നമുക്ക് ടൗണിലേക്ക് പോവാണ്. ടൗണിൽ പോയിട്ട് RRBയുടെ ഒരു ബുക്ക് വാങ്ങിക്കണം. ഇന്നോട്ട് പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ പോസ്റ്റ് ഓഫീസിലൊന്ന് പോകണം. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരും. വാ ഇറങ്ങുക, പോവാ. നിനക്ക് 57.5. അത് കുഴപ്പമില്ല, നല്ലതാ. അല്ല 57.35 അല്ലേ? കുഴപ്പമില്ലാത്ത വെയിറ്റാ. നിനക്ക് ഇനിയും വെയിറ്റ് വെക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ പോസ്റ്റ് ഓഫീസിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, RTA ഒക്കെ വെച്ചു. ഇനി നമുക്ക് ടൗണിലേക്ക് ഒന്ന് പോകണം. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ. കാരണം ഞാൻ ബുക്ക് വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ബുക്ക് ഞാൻ ഉദ്ദേശിച്ച ബുക്ക് അവിടെ കിട്ടിയില്ല. എന്നുവെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ലേറ്റസ്റ്റ് എഡീഷനാണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞാനൊന്ന് ഓൺലൈനായിട്ട് നോക്കി നോക്കട്ടെ. കിട്ടുവാണെന്നെ ഓൺലൈൻ വാങ്ങിക്കും, അല്ലെങ്കിൽ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് പോയി വാങ്ങിക്കേണ്ടി വരും. അല്ലെങ്കിൽ വേറെ കടയിൽ പോകാൻ എനിക്ക് നേരില്ലാത്ത കാരണം കൊണ്ടാണ്. ഇപ്പോൾ ഫുഡ് അടിക്കാൻ പോകാം.
ഞാൻ യൂഷ്വലി അത്ര വലിയ ചോറൊന്നും കഴിക്കാറില്ല, അത്ര വലിയ ചോറിനോട് വലിയ താല്പര്യമുള്ള ഒരാളൊന്നല്ല. പക്ഷേ ഇന്ന് സ്പെഷ്യൽ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടോ ഇതൊക്കെ അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കണത്, ഓൾറെഡി തയ്യാറായി, ഇനി കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ട്യൂഷനെത്തി. ഇനി പണ്ടത്തെ പോലെ വീഡിയോ പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റുന്നില്ല. സെപ്റ്റംബർ 2-ാം തീയതിയാണ്. പിള്ളേർക്ക് പരീക്ഷ നാളെ തുടങ്ങും, ചിലർക്ക് മറ്റന്നാൾ തുടങ്ങും. അപ്പോൾ പരീക്ഷയുടെ ഇടയിൽ നമുക്ക് വളരെ തിരക്കേറിയ ആ സമയത്തിനുള്ളിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. എന്നാലും പറ്റാവുന്ന പോലെ ചെറിയ ചെറിയ ബൈറ്റുകളൊക്കെ ഞാൻ എടുക്കാൻ നോക്കും. പക്ഷെ തോന്നുന്നില്ല പറ്റുന്നു. എന്തായാലും ഇവർക്കൊക്കെ പരീക്ഷ ഇപ്പം നാളെ തുടങ്ങും. ഇവരുടെയൊക്കെ പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എന്താ പറയുക തന്നെ അല്ലേ, അവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മളെ സംബന്ധിച്ച് അവരെ പഠിപ്പിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് ഈ പറയുന്ന ചെറിയ ക്ലാസ്സുകാരെയാണ്. അവർക്കത് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു സ്ട്രെയിൻ്റെ ഒരു ആവശ്യമുണ്ടല്ലോ, അതാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. പക്ഷെ ചിലതൊക്കെ അവർ നമ്മളേക്കാൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പം എന്തായാലും അധികം വർത്തമാനം പറഞ്ഞ സമയം കളയുന്നില്ല അല്ലേ, പഠിക്കല്ലേ, നമുക്ക് പഠിക്കല്ലേ, പരീക്ഷ അല്ലേ. ഇവർക്കൊക്കെ ഔട്ട് ഓഫ് 50 എത്ര വേണം, ഫുള്ള് വേണമല്ലേ, 50 തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം കളയല്ലേ തന്നു. സോ ഞങ്ങൾ പഠിക്കാൻ പോട്ടെ. അങ്ങനെ 2ാം ക്ലാസ്സിന് എടുത്തു തുടങ്ങിയ ട്യൂഷൻ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് +2 മാത്സിനാണ്. ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമൊക്കെ ആയ കാരണം കൊണ്ട് ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കും ഭയങ്കര പ്രശ്നമാണ്. ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനം ഞാൻ വന്നത് അയ്യന്തോൾ ഗ്രൗണ്ടിൽ അടുത്തുള്ള SBI ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു തട്ടുകടയുണ്ട്, അവിടെ വന്നു. പക്ഷേ വിശപ്പിനിടയിൽ എനിക്ക് വീഡിയോ കൃത്യമായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. ദോശയാണ് ഞാൻ വാങ്ങിച്ചത്. ഇനി ഇത് കഴിഞ്ഞ് നേരെ പോകണം. അപ്പോൾ